ഹലോ ജി ആസ്പിരൻസ്. അങ്ങനെ നമ്മുടെ 5 ദിവസങ്ങളിലായി നടക്കുന്ന സെഷൻ 1 എക്സാമിലെ 2 ദിവസം കഴിഞ്ഞു. 4 എക്സാമുകളാണ് കഴിഞ്ഞത്. എന്ന് വെച്ചാൽ ഏകദേശം 300 ക്വസ്റ്റ്യൻസ് അല്ലേ, കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 300 ക്വസ്റ്റ്യൻസ് ഓൾറെഡി റിലീസായി കഴിഞ്ഞു. നിങ്ങൾ ഓൾറെഡി അത് ഇന്റർനെറ്റിൽ പല സ്ഥലങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഇനി എഴുതാൻ പോകുന്ന 24 അതുപോലെ 28, 29 എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളോടാണ് ഞാൻ പറയുന്നത്. ഈ പേപ്പർ നമ്മൾ നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് സർപ്രൈസുകളൊന്നും തന്നെ ഇല്ല, ഷോക്കിംഗ് ആയിട്ടുള്ള ഒന്നും തന്നെ വന്നിട്ടില്ല. 2023-ലെയും 24-ലെയും ജെഇ മെയിൻ പോലെ തന്നെ സിമിലർ സ്റ്റാൻഡേർഡ് പുലർത്തിക്കൊണ്ട് തന്നെയാണ് ആക്ച്വലി എന്ത് ചെയ്തിട്ടുള്ളത്, ഈ വർഷത്തെ പേപ്പർ നടന്നിട്ടുള്ളത്. എല്ലാം ഒരു ECT മോഡറേറ്റ് ലെവലിലാണ്. നമ്മുടെ ഫിസിക്സ് സബ്ജക്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ECT മോഡറേറ്റ് ലെവലാണ്. അങ്ങനെ കാര്യമായിട്ട് 1-2 ക്വസ്റ്റ്യൻസിലൊക്കെ കുറച്ച് സമയം ചിലവാക്കണം എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഡൂവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു. അതുപോലെ തന്നെയാണ് കെമിസ്ട്രിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾ പ്രോബബ്ലി നമ്മുടെ ചാനലിലും അതുപോലെ തന്നെ വേറെ എല്ലാ സ്ഥലങ്ങളിലും കണ്ടിട്ടുള്ള സിമിലർ ക്വസ്റ്റ്യൻസ് അടക്കം എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമിന് വന്നിട്ടുണ്ട്. മാത്തമാറ്റിക്സും എല്ലാ തവണത്തെയും പോലെ തന്നെ നമുക്ക് പറയാവുന്ന പോലെ തന്നെ എന്താണ്, ലെങ്തി ആയിട്ടുള്ള പേപ്പർ ആയിരുന്നു. ഒരുപാട് കാൽക്കുലേഷൻ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എന്നാൽ പോലും എന്താണ്, ഡൂവബിൾ ആയിട്ടുള്ള ഒരു 9-10 ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ പേപ്പറിലും ഉണ്ട് എന്നാണ് ഈവൻ നമ്മുടെ മാത്ത് ഫാക്കൽറ്റി പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 25 അല്ലെങ്കിൽ 30-ൽ കൂടുതൽ മാർക്ക് മാത്സിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് എല്ലാ ടീച്ചേഴ്സും പറയുന്നത്. സോ വിച്ച് മീൻസ് എന്താണ്, നിങ്ങൾ ഒരു രീതിയിലും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനെ ട്രസ്റ്റ് ചെയ്യുക. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആ നമ്മൾ പഠിച്ച കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ സ്ട്രെങ്ത് വീക്ക്നെസ്സുകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ടല്ലോ, അത് തന്നെ അപ്ലൈ ചെയ്ത് പോയാൽ മതി. കാര്യമായിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയുള്ള 3 ദിവസങ്ങളിലും സിമിലർ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ ഇനിയുള്ള 3 ദിവസങ്ങൾ എഴുതാൻ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ഓൾറെഡി 2 ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ മുഴുവൻ ഔട്ടാണ്. അത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അടുത്ത ദിവസങ്ങളിൽ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ പലരും എന്ത് ചെയ്തിട്ടുണ്ടാകും, ഓൾറെഡി റിലീസ് ആയിട്ടുള്ള മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി കണ്ട് സോൾവ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതിലൂടെ ഒന്ന് കടന്നു പോകാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. എസ്പെഷ്യലി 28, 29 എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് ഒരു 3-4 ദിവസം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 3-4 ദിവസം കിട്ടുന്നതുകൊണ്ട് ആദ്യം എഴുതിയ ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജും ഒന്നുമില്ല, അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജും ഇല്ല. കാരണം നിങ്ങളുടെ ഷിഫ്റ്റിൽ ആരൊക്കെയാണോ എഴുതുന്നത് ആ കുട്ടികളുടെ ടോട്ടൽ മാർക്ക് നോക്കിയിട്ട് അതിൽ നിന്നാണ് നിങ്ങളുടെ പെർസെൻറ്റേജ് ഡിസൈഡ് ചെയ്യാന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ അറിയിച്ച കാര്യമാണ്. സോ ദെർഫോർ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. ഓൾറെഡി റിലീസായ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അത് സ്ഥിരമായിട്ട് വരുന്ന ടോപ്പിക്കുകളിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്, ഈവൺ മാത്സിലാണെങ്കിലും ഫിസിക്സിലാണെങ്കിലും കെമിസ്ട്രിയിലാണെങ്കിലും ഒക്കെ. അപ്പോൾ ഈ എഴുതിയ കുട്ടികൾ 2022-ലും 23-നും എക്സാം എഴുതിയ സ്റ്റുഡൻസ് ഇത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം, നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്താണ്, എന്തെങ്കിലും ടിപ്പ് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. നമ്മുടെ കമന്റ് ബോക്സ് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് ഡിസ്കഷൻ നടക്കുന്ന കമന്റ് ബോക്സ് ആണ്. മാക്സിമം ഞാനും എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അതിന് മറുപടികൾ തരാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്.